ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ പൗരന്മാരോട് മനുഷ്യത്വരഹിത സമീപനവുമായി പാകിസ്ഥാൻ. പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ വാഗാ അതിർത്തി അടച്ചു. കനത്ത ചൂടിലും കുടിവെള്ളം പോലും ലഭിക്കാതെ ജനങ്ങൾ അതിർത്തിയിൽ തുടരുകയാണ്. അതേസമയം പാകിസ്ഥാൻ പൗരന്മാർക്ക് അതിർത്തി കടക്കാൻ സമയം നീട്ടി നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, തിരിച്ചു പോകുന്നവരെ സ്വീകരിക്കുക എന്നുള്ളത് ആ രാജ്യത്തിന്റെ മര്യാദ കൂടിയാണ്. ആ നിലയിലൊരു സമീപനമല്ലേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അസിത, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അട്ടാരി വാഗ അതിർത്തിയിലൂടെ രാജ്യം കടക്കണമെന്ന നിർദ്ദേശം ഇരു രാജ്യങ്ങളും നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ 29 വരെയാണ് ഇന്ത്യ സമയം അനുവദിച്ചത്. ചില പ്രായോഗിക തടസ്സങ്ങൾ മൂലം തന്നെ ഈ സമയ കാലാവധി അവസാനിച്ചിട്ടും അതിർത്തി കടക്കാൻ കഴിയാത്തവർക്ക് ആശ്വാസമായി കൊണ്ട് ഇന്ത്യ സമയപരിധിയിലടക്കം ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അട്ടാരി വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങാമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ പറയുന്നത്. അതേസമയം ഈ തിരിച്ചു മടങ്ങാൻ സമയം അനുവദിച്ചിട്ടും ആ പൗരന്മാരെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു സമീപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായ ഒരു സമീപനം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിർത്തി തുറക്കാൻ തയ്യാറാകാത്തതോടെ തന്നെ കനത്ത ചൂട്, അതോടൊപ്പം തന്നെ അത്യാവശ്യത്തിന് കുടിവെള്ളം പോലും ലഭിക്കാതെ നിരവധി പേർ ഇപ്പോൾ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സ്വന്തം പൗരന്മാരോട് തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചതിൽ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഇതിനോടകം ഉയരുന്നുണ്ട്. നയതന്ത്ര ചർച്ചകളിലൂടെ വാഗ അതിർത്തി പൗരന്മാർക്കായി തുറന്നു നൽകണമെന്ന ആവശ്യമാണ് ഇതിനോടകം ശക്തമാകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും മൊത്തം 786 പാകിസ്ഥാൻ പൗരന്മാരാണ് ഈ അതിർത്തി കടന്നിട്ടുള്ളത്. അതോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് 1465ഓളം ഇന്ത്യൻ പൗരന്മാരും തിരിച്ചെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അസിത. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.